ഹബിന്റെ നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? നിങ്ങൾ പറയും, എന്തു വേണം? നിങ്ങൾക്ക് തരണേ എന്തു വേണം? എത്ര പേരുണ്ട്? എല്ലാരും ഇല്ലേ? ഇവിടെ ഇല്ലേ? അതോ നിസ്കരിക്കാൻ പോയോ ഓണാക്കിയിട്ട്? ഞാൻ തന്നെ പറയും, നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? പണം വേണം അല്ലേ? മണി അത് അത്യാവശ്യമാണ് അല്ലേ? എല്ലാരും വീഡിയോയിലൊക്കെ വരും കേട്ടോ. അപ്പം നമ്മൾ ആ പണത്തെ കാണുന്ന രീതി, ഓക്കെ, നമ്മളെ പണത്തെ കാണുന്ന രീതി എങ്ങനെയാണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പിന്നെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മള് എന്താ പറയാ, ഒരു ഇത് കയ്യിൽ നമ്മൾ കാശ് കിട്ടിയാല് എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നെഗറ്റീവ് ആയിട്ടാണോ? നെഗറ്റീവ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്തിനെങ്കിലും ഇപ്പൊ നമുക്ക് നമ്മളെ ജീവിതത്തിലെ ഇപ്പൊ നമുക്ക് ഒരു മാസം, ഒരു മന്ത്ലി ഇപ്പൊ നമുക്ക് ഇൻകം അല്ലെങ്കിൽ നമുക്ക് സാലറി ആയിട്ട് ഹസ്ബൻഡ് ആണെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടാവും, ജോലി ഉള്ളവർ ജോലി ഉണ്ടാവും. നമുക്ക് കിട്ടുമ്പോൾ ഇത് കൂടെ ഇപ്പൊ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എനിക്ക് തികയോ എന്നുള്ള പല ചിന്തകളും വരും അല്ലെ? ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസ് വരും, നമുക്കൊരു നിശ്ചിത എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക, അപ്പൊ അത് വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ, ഇനിയിപ്പോ ഇതിന് അതൊക്കെ വാണ്ടി വരുമല്ലോ, അതിനൊക്കെ മാറ്റി വെക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു പരാതി പറഞ്ഞിട്ടാണ് അല്ലെ? സത്യം പറഞ്ഞാല് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പണത്തിന് ഒരു എന്താ പറയാ, പേടിയായിരുന്നേ. കാരണം അത് കയ്യിൽ നിന്ന് പോയാലേ പിന്നെ അത് ഇനി കിട്ടുമോ, അല്ലെങ്കിൽ ഈ മാസം മുഴുവനും ഇത് വെച്ചിട്ട് മാനേജ് ചെയ്യണല്ലോ. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് കൂടുതൽ എന്തായിരിക്കും, അങ്ങനത്തെ കേസുകൾ നമുക്ക് ഇങ്ങനെ വരും. ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ പണത്തിന് കൂടുതൽ ചെലവ്. പക്ഷെ ആ ഒരു ചിന്ത മാറ്റി നോക്കിയപ്പം മിറാക്കിളാണ്. സത്യം പറഞ്ഞ അതേ എമൗണ്ട് തന്നെ നമുക്ക് മിച്ചം വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തിനായിരുന്നു പ്രശ്നം? പണത്തിനാണോ നമുക്കാണോ പ്രശ്നം? കിട്ടുന്ന പണത്തിനായിരുന്നോ? അല്ല, നമ്മുടെ ചിന്താഗതിക്കായിരുന്നു പ്രശ്നം. നമ്മൾ എങ്ങനെയാണ് പണത്തെ കണ്ടിരുന്നത്, അതിനായിരുന്നു പ്രശ്നം. അപ്പം ഇന്ന് നമുക്ക് പണത്തിന്റെ നല്ലൊരു ടോപ്പിക്കായിട്ട് അസീമാമു റെഡിയാണ്. അതിന് മുന്നേ ഞാൻ പറയാം, നമ്മളൊരു 7 ഡേയ്സ് ഹീലിംഗ് ഹബിന്റെ 7 ഡേയ്സ് വർക്ക്ഷോപ്പ് നമ്മൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ പരമാവധിയായ ലിങ്ക് അത് നമ്മൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യാം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളും 7:30 എന്ത് ചെയ്യാ, ഇവിടെ ഹാജരാകുക എന്നുള്ളതാണ്. അപ്പോൾ അറിവ് നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനും കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ആ പഠിച്ച നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓവർ ടു യു അസേമ. അസേമ. യെസ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അങ്ങനെ വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടെ നിങ്ങളുടെ കൂടെ ഒന്നിച്ചു ചേരാൻ വേണ്ടിയിട്ട് പ്രശ്ന അനുഗ്രഹത്താൽ സാധിച്ചു. സന്തോഷമുണ്ട് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചതിന്. ഇന്ന് 23ാമത്തെ മാജിക്കൽ ടോക്കാണ്. ഇത് ഹൺഡ്രഡ്സിൽ എത്തിക്കണം. അപ്പൊ ഞാനൊരു വിഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 100ാമത്തെ ദിവസം അത് എത്രത്തോളം എന്നാണ് എത്തുക എന്ന് വരെ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ഡേറ്റിലാണ് ഹൺഡ്രഡ്സ് ഡേറ്റ് വരുന്നത്, അന്ന് ഞാൻ ഗസ്റ്റിനെയൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്റെ ജീവിതത്തിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാബിറമ്മ മിറാക്കിൾ മോർണിംഗ് ജോയിൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ലല്ലോ. ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അത് സാധ്യമാവട്ടെ, അതിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ ആഗ്രഹിക്കുന്നു, ചോദിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ മണി റിലേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത്, സമ്പത്തിനെ കുറിച്ച് നമ്മുടെ ചിന്തകളില്
എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. സമ്പത്ത് എന്നുള്ളതിനെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ആദ്യം തന്നെ ഒന്ന് ടാസ്കിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമ്പത്ത് എന്താണ് ഫീല്? ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. നമുക്ക് എല്ലാവർക്കും തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലേ? ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഏവർക്കും തന്നെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കടന്നു പോകാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കുണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടായിരിക്കാം എനിക്ക് ഉണ്ടായിട്ടുള്ളത്? ഞാൻ ആ സമ്പത്തിനെ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? ആ സമ്പത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഫീലിങ്സ് എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിലേറെ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസിനെ പഠിപ്പിച്ചിട്ടില്ല എന്ത്? വരവും ചെലവും കഴിഞ്ഞ് മിച്ചം വെക്കാനും കൂടി അറിയണം എന്നുള്ള ആ ഒരു ബോധതലം നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്താണ്? രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ഫീൽ ചെയ്യുന്നത് ആ ബുദ്ധിമുട്ടിനെയാണ് ഫീൽ ചെയ്യുന്നത്. ശരിയാണ്, പക്ഷേ അത് എന്തുകൊണ്ടാണ് കൂട്ടിമുട്ടാത്തതെന്ന് നമ്മുടെ വരവിനെ നമ്മൾ അറിയണില്ല, നമ്മുടെ ചെലവിനെ നമ്മൾ അറിയുന്നില്ല. അപ്പൊ പിന്നെ മിച്ചം വെക്കാനുണ്ടോ എന്നും നമുക്ക് പലപ്പോഴും നമ്മൾ മിച്ചം വെക്കാൻ കഴിയുന്നില്ല എന്നാണ് ചിന്തിക്കൽ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് നമ്മുടെ വരവും ചെലവും കഴിഞ്ഞ് മിച്ചം വെക്കണം എന്നുള്ള ആ ഒരു ബോധത്തെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക. ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന വഴികളിൽ ജീവിതം എന്താണെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ആരും പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നില്ല. സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സ്കൂളിൻ്റെതായ വിദ്യാഭ്യാസം കാര്യങ്ങൾ നേടുന്നു, മറ്റ് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസവും നേടുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ജീവിതവും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് എവിടുന്നും എന്ത് കിട്ടുന്നില്ല, അറിവ് കിട്ടാറില്ല. ഞാനൊക്കെയും പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാം, പക്ഷെ ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരിടത്തു നിന്നും തന്നെ അറിവ് കിട്ടുന്നില്ല. നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെ മാതാപിതാക്കൾ കാണിക്കുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത് ഇതറിഞ്ഞാണ് നമ്മൾ ചെയ്യല്. ഇപ്പൊ ഈവൻ സമ്പത്തിന്റെ കാര്യത്തിലും അതേ കാര്യമാണല്ലോ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോവുക. അവരെങ്ങനെയാണ് പണം ചെലവാക്കുന്നത്, അല്ലെങ്കിൽ അവർ അതിന് എന്താണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? ചില വീടുകളിൽ പണത്തിന് ഒരു വാല്യൂ കൊടുക്കാറില്ല. ആ മക്കളും ആ പണത്തിന് വാല്യൂ കൊടുക്കാതെ മനസ്സിലാക്കി ജീവിച്ചു പോരുന്നു. അവരുടെ ജീവിതകാലത്തിൽ മുഴുവൻ അവർ അങ്ങനെ തന്നെ ആവുന്നുണ്ട്. പക്ഷെ മറ്റു ചില സ്ഥലങ്ങളിൽ എങ്ങനെ ആയിരിക്കും? സമ്പത്ത് എന്നുള്ളത് മറച്ചു വെക്കാനുള്ളതാണ്. അതിങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ എടുത്ത് വീട്ടിൽ പോലും മറ്റുള്ള അംഗങ്ങൾ പോലും അത് കാണാൻ പാടില്ല, അത് മാറ്റി വെക്കാനുള്ളതാണെന്നുള്ള ചിന്തയിൽ വളർന്നു വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇത് എല്ലാ രീതിയിലും ഉണ്ട്. പക്ഷെ മറ്റു ചില വീടുകളിൽ അത് കോമൺ ആയിട്ട് ഇത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഈ ഒരു സമ്പത്തിന്റെ ഭാഗം അനുഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ചില വീടുകളിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ പേരൻസ്, അത് ഫാദർ ആവട്ടെ മദർ ആവട്ടെ, അവരത് യൂസ് ചെയ്യുമ്പം അത് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന വീടുണ്ട്. അങ്ങനെയുള്ള വീടുകളിലുള്ള കുട്ടികൾക്കാണേലും അതിലൂടെ വളർന്നു വരുന്നവർക്കാണേലും പിന്നീടുള്ള തലമുറകളിൽ അത് തന്നെ നമ്മൾ ശീലിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഇല്ലായ്മ കണ്ടു വളരുന്നവരും എന്താണ് അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്? ആ ഇല്ലായ്മയുടെ ചിത്രങ്ങളാണ് ഉള്ളിൽ കൊടുക്കുക. അപ്പൊ പണം എന്നത്, ഞാൻ ആദ്യം ചോദിച്ചു, പണം എന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പം എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഉള്ളിൽ എന്താണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്നൊന്ന് നോക്കുക. സമ്പത്ത് എന്നുള്ളതിനെ കുറിച്ച് എന്താണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്? ഒരുപാട് കഷ്ടപ്പെട്ടാലാണ് പണം ഉണ്ടാക്കാൻ പറ്റുക. അതിങ്ങനെ പതിയെ എന്താ പറയാ,
അതിങ്ങനെ ഉപയോഗിക്കാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലാണ് എന്താ പറയാ, നമ്മൾക്ക് അത് ഉപകാരപ്പെടുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കാശുള്ളവൻ എന്നും കാശുണ്ടാവുന്നുണ്ട്. ഇങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതേപോലെ നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്നത്, ഇവൻ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. എന്താ പറയാ, നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്നവരെ കാണുമ്പോൾ, അല്ലെ നല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് നടക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നേരത്തെ തോന്നിയ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ അവർക്ക് നല്ല കാശുണ്ട്, അവർക്കൊക്കെ ആകാമെന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെയും നമ്മുടെ ഉള്ളിലെ ഇടുങ്ങിയ മനസ്ഥിതിയിലൂടെയാണ്. ഇപ്പൊ എന്താണ്, നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നമ്മുടെ മനസ്സിനെ എത്രത്തോളമാണ് ചെറുതാക്കി വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ചിന്തയിലൂടെ ചിന്തിച്ച് നമുക്ക് വിശാലമാക്കാൻ സാധിക്കുന്നില്ല എന്നത് നമ്മൾ തിരിച്ചറിയുക ചെയ്യുന്നത് അതിലൂടെ. അപ്പൊ ഇവിടെ നമ്മൾക്ക് സമ്പത്ത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മുടെ മനസ്സ് ആ സമ്പത്തിനോടൊപ്പം വേണം എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾ ധനവാനാണ് അല്ലെ സമ്പത്തുള്ളവനാണെന്ന് ചിന്തിക്കുകയും അതോടൊപ്പം പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാകും എന്നുള്ളത്. അത് ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് പറയുകയും ചെയ്യുകയും ചെയ്താൽ അങ്ങനെ തന്നെ ആകും. പക്ഷെ അവിടെയും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ പറ്റാറില്ല അല്ലെ. എനിക്ക് സമ്പത്തുള്ളവനാണ് ഞാൻ സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ അകത്തിരുന്ന ഒരാൾ ഇങ്ങനെ ഇന്ന് ചിരിക്കുന്നുണ്ടാവും. ആ ഒരു കുറ്റബോധം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ, നമ്മളെ കളിയാക്കി ചിരിക്കുന്നുണ്ടാവും. പിന്നല്ലേ ഇങ്ങനെ സമ്പന്നനാണ് പറയാൻ, അത് ഞാൻ എന്ത് കള്ളത്തരാ പറയുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന അഫർമേഷനുകൾക്ക്, ഞാൻ സമ്പന്നനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അഫർമേഷൻസുകൾക്ക് നമുക്ക് ഉത്തരം കിട്ടാതെ വരുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരുപാട് പേരോട് നമ്മളിപ്പം എന്താണ് ഈ ഒരു സാമ്പത്തിക തടസ്സത്തിന് എന്താ ചെയ്യാൻ പറ്റുക, ഒരുപാട് ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ പണം ലഭിക്കുന്നില്ല, കൊടുത്തത് തിരിച്ചു കിട്ടുന്നില്ല, ഇങ്ങനെ പല കാര്യങ്ങള് പറയുമ്പോൾ അവരോട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഫസ്റ്റിലെ പറയാ, ഞാൻ ഇതൊക്കെ ചെയ്യലുണ്ടായിരുന്നു എന്ന് പറയും. ഇതൊക്കെ ചെയ്യലുണ്ടായിരുന്നു എന്ന് പറയും. പക്ഷെ ആ ചെയ്യുന്നതിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഞാൻ ഇതൊക്കെ ചെയ്യലുണ്ടായിരുന്നു, അത് ചെയ്തതാണ്, എനിക്ക് അതിനൊരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുള്ളൊരു മറുപടി അവര്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്തുകൊണ്ടായിരിക്കും ഇപ്പോ ഈ ഒരു ഇത്രയും കാര്യം കേട്ടതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ സമ്പന്നനാണെന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ ഉള്ളിൽ അത് അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അംഗീകരിച്ചാൽ, നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ, ആ നമ്മുടെ മനസ്സെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസിന് അതിവിശാലമായിട്ട് എത്ര ഉണ്ടായാലും വറ്റാത്തത്ര, എത്ര എടുത്തു കഴിഞ്ഞാലും വറ്റാത്തത്ര സമ്പത്ത് നമ്മുടെ ഉള്ളില് നമ്മെ സൃഷ്ടിച്ചപ്പോൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പിന്നല്ലേ ഇത്രയും നാൾ ഇവിടെ കയ്യിലൊന്നും കിട്ടാത്ത ഈ ഒരു സാധനമല്ലേ ഇപ്പോ ഇങ്ങനെ അങ്ങ് കിട്ടാൻ പോകുന്നതെന്നുള്ളത്. ഇവിടെ വരുന്നത്, നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, അത് അതിന്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്താ കൊടുക്കുന്നേ? ഇതൊന്നും നടക്കത്തില്ല, ഇതൊന്നും നടക്കത്തില്ല, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല എന്നാണ് ഉള്ളിൽ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടാനുള്ളതൊക്കെ എന്താകും? അവിടെ ഇങ്ങനെ മിസ്സായി പോകും. എന്നിട്ട് എന്തായിരിക്കും പറയാ? ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ശരിയാവുന്നില്ല എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യവും പറഞ്ഞു പോകുമ്പോൾ ലാസ്റ്റ് എത്തുന്നത് ആ ഒരു വിശ്വാസം, അല്ല നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത്, നമ്മൾ പറയുന്നതിനെ അംഗീകരിക്കല്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരിക. അപ്പൊ ആദ്യം നമുക്ക് തുടങ്ങേണ്ടതും നമ്മളിൽ നിന്ന് തന്നെയാണ്. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനെ നമ്മൾ എങ്ങനെയാണോ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്, പരാതിയില്ലാതെ പരിഭവമില്ലാതെ നമ്മൾ കൊണ്ടുപോകുന്നത്, അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഇതില് കണ്ടിന്യൂസ്ലി ക്ലാസ് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയും, ഇത് എല്ലാ ക്ലാസ്സിലും കേൾക്കുന്നതാണ് എന്നുള്ള ചിന്ത വരും. അപ്പൊ അവിടെ എനിക്ക് ഗൈഡ് പറഞ്ഞു തരുന്നൊരു കാര്യമാണ് പറഞ്ഞു തരാനുള്ളത്, നമ്മൾ ഏതൊരു ക്ലാസ്സിൽ ഇരുന്നാലും പുതുമയോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്.
ഇപ്പൊ എന്നും കാണുന്ന ആളാണ്, എന്ന് സംസാരിക്കുന്ന ആളാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പുതുമയും ഉണ്ടാവില്ല, അതിൽ നമുക്ക് കിട്ടാനൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഇതിൽ വീഡിയോ മോഡിൽ വരുന്നവരും വരാത്തവരുമുണ്ട്. വീഡിയോ മോഡിൽ വരുന്നവരെ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയാണെങ്കിൽ പോലും എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്കത് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് വേണ്ടത് എന്താണോ അതിനെ നമ്മൾ കേൾക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുകയും അത് എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള റിസൾട്ടിലേക്ക് എത്താൻ പറ്റുക. ഈവൻ ഞാൻ എൻ്റെ കാര്യം ആണെങ്കിൽ പോലും അൽഹംദുലില്ലാ സന്തോഷത്തോടു കൂടി പറയുന്നത്, ഞാൻ ചെയ്തതിൽ എന്താണോ അതിൽ വിശ്വാസം അർപ്പിച്ചിട്ട് എനിക്കത് നേടിയെടുക്കാൻ പറ്റും. അത് ഇന്ന് എന്താ കിട്ടാത്തേ, നാളെ എന്താ കിട്ടാത്തേ, മറ്റന്നാൾ എന്താ കിട്ടാത്തേന്ന് ചിന്തിക്കുന്നില്ല. അത് എന്നിലേക്ക് വരിക തന്നെ ചെയ്യും. ഈവൻ പല കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നുപോയ കാര്യങ്ങൾ, ഈ കഴിഞ്ഞ ദിവസവും ഒരു കാര്യം ഞാൻ ആലോചിച്ചു. 8-10 വർഷം മുമ്പ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യമാണ്. ആ ഒരു കാര്യം ഈ അടുത്ത നിമിഷത്തിൽ എന്നിലേക്ക് വന്നു ചേർന്നപ്പോൾ അന്ന് ഞാൻ അത് ഓർത്തിട്ടുണ്ടായിരുന്നു, ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ ഞാൻ മറന്നു തന്നെ പോയൊരു കാര്യം ഈ ഒരു അടുത്ത നിമിഷത്തിൽ എന്നിലേക്ക് എത്തിപ്പെട്ടു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ കണ്ട കാര്യങ്ങൾ ഹൈറായത്, അതായത് നമ്മുടെ ഇന്റൻഷൻ ശരിയായിരിക്കുമ്പോൾ അത് നമ്മളിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അന്നേരം ഞാൻ മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചു, ഇത് എന്തുകൊണ്ട് ഇത്രയും ലാഗായി എന്ന് വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചെത്തിയെന്ന്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത്, പലവട്ടം ഞാനിപ്പോൾ ഓൾറെഡി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് 2 വർഷം 2.5 വർഷം ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പേ എന്നിലും ഈ ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും, അല്ലെ ഈ ഹൈറായ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറയുമ്പോഴും ഇത് എന്തുകൊണ്ടാ ശരിയാവാത്തേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും അറിയേണ്ടത്, നമ്മളൊരു വിത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കിളിർത്ത് വരാനുള്ള ഒരു സമയം നമ്മൾ അതിന് സാവകാശം കൊടുക്കുന്നുണ്ടല്ലേ. അല്ലാണ്ട് ഒരു വിത്ത് നട്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി അതിൽ നോണ്ടി നോണ്ടി നോക്കുകയല്ലല്ലോ ചെയ്യണേ. അത് കിളിർക്കാൻ 10 ദിവസമോ അല്ലെ 15 ദിവസമോ അത്രയും താമസം ഉണ്ട്. നമുക്കറിയാം ആ താമസം വരെ അതിന്റെ ഇല ഒന്ന് മുകളിലേക്ക് വരുന്നത് വരെ നമ്മൾ നോക്കി നിൽക്കൂല്ലേ. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ ടൂളിലും അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മുടെ മൈൻഡ് പവർ യൂസ് ചെയ്യുന്നുണ്ട്, EFT യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടാൻ അത് അത്രയും ഇങ്ങനെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം, ബാക്കി റിസൾട്ട് നമ്മളിലേക്ക് എത്തുമെന്ന് ചിന്തിച്ച് നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കാറുണ്ടോ? അടുത്ത നിമിഷം നമ്മുടെ ഉള്ളിൽ വരികയാണ്, ആ ഞാൻ ഇന്നലെ ഒരാഴ്ചയായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ടല്ലോ, ഇതെന്താ ഇതൊന്നും ശരിയാവാത്ത എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടല്ലേ. അപ്പൊ അവിടെ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്, നമ്മൾക്ക് എന്താണ് മാറ്റേണ്ടത് എന്നുള്ളത് തിരിച്ചറിയുക തന്നെ വേണം എന്നുള്ളതാണ് കേട്ടോ. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു സമ്പത്തിന്റെ ഒരു ചിന്ത എന്നുള്ളത് നമ്മുടെ ചിന്തകളില്, നമ്മുടെ പ്രവൃത്തികളില്, ഇതിലെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ചില മനുഷ്യര് പെട്ടെന്ന് അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കാശും കാര്യങ്ങളും ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന രീതിയിൽ അവരോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ ആയി മാറിയൊരവസ്ഥ അവരിലുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എത്രയോ അകൽച്ച തോന്നിയ അവസ്ഥകൾ ഉണ്ടാവാം. പക്ഷേ ഈ സമ്പത്ത് എന്നുള്ളതാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളാണെങ്കിലും അത് നമ്മളിൽ തന്നെ ഉള്ളത് തിരിച്ചറിഞ്ഞ് അത് എപ്പോഴുമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ നാവിൽ നിന്ന് തന്നെ പലപ്പോഴും വീണിട്ടുണ്ടാവും, ഒരു കുറച്ച് സമ്പത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നവർ പെട്ടെന്നൊന്ന് അവരുടെ ആ സമ്പത്തൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയുന്നത് എന്താണ്, അവർക്ക് അതുണ്ടായിരുന്ന സമയത്ത് അവർ ഭയങ്കര എന്താ പറയാ ആർഭാടം കാണിച്ച് നടന്നതല്ലേ, ഇപ്പൊ കണ്ടോ ഇങ്ങനെ എന്ന് പറയും. ആ പറയുന്നത് പോലും നമ്മൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫിഗർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പൊ ഇവനൊരു ഉദാഹരണത്തിന്, നമ്മുടെ ഒരു ഫ്രണ്ടും നമ്മളും ഒന്ന് പോവുകയെന്ന് വെക്കുക. അങ്ങനെ പോയി ബാങ്കിൽ പോവുകയാണ്. ആളുടെ കയ്യിൽ കുറേ കാശിന്റെ ഡെപ്പോസിറ്റ് ചെയ്യാണ്, നമ്മുടെ കയ്യിൽ കുറഞ്ഞ തുകയുള്ളൂ. നമുക്ക് ഫസ്റ്റില് നമ്മുടെ ഉള്ളിൽ എന്താണ് തോട്ട് വരിക? എന്തായിരിക്കും തോട്ട് വരിക? സന്തോഷമാണോ വരിക?
ആദ്യം തന്നെ ഒന്ന് താരതമ്യം ചെയ്യും. എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, അവൻ്റെ കയ്യിൽ ഇതാ ഇത്ര ഉണ്ട് എന്നുള്ളൊരു താരതമ്യം ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ ആദ്യം നമ്മളെ അവിടെ താത്തി വെച്ചു, എന്നിട്ട് അവൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ അനുഗ്രഹമില്ലാത്തവരായി. നമ്മളെ താത്തി വെച്ചു, ആദ്യം ഒന്ന് ബ്ലെയിം ചെയ്തു, പിന്നെ രണ്ടാമത് നമ്മുടെ ബ്ലെസ്സിങ്സിനെ നമ്മൾ മറന്നു, മൂന്നാമത് എന്താണ്, ഓനക്കെല്ലാം കഴിയും, ഓന് വലിയ കാശുകാരനല്ലേ എന്നുള്ളത് രീതിയിൽ സംസാരിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നേ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പോരായ്മയെ നമ്മൾ തന്നെ പുറത്തെടുക്കുകയാണ്. അപ്പൊ അവിടെ നമുക്ക് സമ്പത്തിനെ കുറിച്ച് സന്തോഷമല്ല ഫീൽ ചെയ്യുന്നത്. ആ സ്ഥാനത്ത് ഒന്ന് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ കയ്യിൽ കുറച്ചേ ഉള്ളെങ്കിലും ആ കുറച്ച് അൽഹംദുലില്ലാ ഇത്രയും എനിക്ക് സമ്പാദിക്കാൻ പറ്റി എന്ന് ഒരു സന്തോഷത്തോടെ താങ്ക് യു പറഞ്ഞുകൊണ്ട് അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റു കാര്യത്തിന് ഉപയോഗിക്കുകയും, കൂടെയുള്ള ആളുടെ കയ്യിൽ ഒരുപാട് ഉണ്ടെങ്കിലും ആ ആൾക്ക് നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവന് ഒരുപാട് കാശുണ്ട് അൽഹംദുലില്ലാ, അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുന്നു, അവൻ ഇനിയും ഉണ്ടാവട്ടെ എന്ന് എത്ര പേർക്ക് ദുആ ചെയ്യാൻ കഴിയും, അല്ലെ പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പം മാത്രമാണ് നമ്മുടെ ഹൃദയം വിശാലമാകുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചിന്തയിലൂടെ, അതായത് നിരാശ, അസൂയ, ഉത്കണ്ഠ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ചെറുതാക്കി കൊണ്ടുവരിക ചെയ്യണം. ആ ചെറുതാക്കും തോറും എന്താണ്, നമ്മുടെ ചിന്തകളും ഇടുങ്ങി പോകൂലേ. ഒന്ന് സഹായിക്കുന്ന ആൾക്ക് ഒന്ന് സഹായിക്കാൻ തോന്നാതെ വരും. ഞാൻ എത്ര കൊടുത്തിട്ട് എന്താ എനിക്കൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കൊടുത്ത സഹായത്തിന് പോലും മേന്മയില്ലാണ്ടാവും. അപ്പോ ഇവിടെ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളെയല്ല, നമ്മളെ തന്നെയാണ്, നമ്മുടെ ഹൃദയത്തിനെയാണ് മാറ്റേണ്ടത്, അല്ലെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ചിന്തകളെയാണ് മാറ്റേണ്ടത്. ഇപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്താണ്, ഉള്ളതിന് നന്ദി ഉണ്ടെങ്കിൽ അത് കൂടുതലാക്കപ്പെടും, അല്ല വർദ്ധിപ്പിച്ചു കൊടുക്കും, നന്ദിയില്ലാത്തവന് ഉള്ളതും ഇല്ലാതാക്കി കൊടുക്കും എന്നുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് പെട്ടെന്നൊന്ന് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രീം ചെയ്യാനോ അല്ലെ വിഷ്വൽ ചെയ്യാനോ ഇരുമാത്രം സമയം വേണ്ട. ഈ ഒരു നിമിഷം കൊണ്ട് നമുക്ക് എവിടെ വരെ വേണമെങ്കിലും പോയിട്ട് വരാൻ സാധിക്കും. അപ്പൊ ഈ ഒരു നിമിഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോവുക. ആ സമ്പത്തിനെ കുറിച്ച് മോശമായിട്ട് അല്ലെങ്കിൽ അസൂയയോടെ അല്ലെ വെറുപ്പോടെ ഇങ്ങനെ പലതും ചിന്തിച്ചിട്ടുണ്ടാവും. ആ ചിന്തിച്ച കാര്യങ്ങളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് ആ പേപ്പറിലേക്ക് ആക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇല്ലായ്മയിൽ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ കാര്യങ്ങളെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അതിനെ നമ്മൾ ആദ്യം അംഗീകരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളാണ്, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് എന്ന് ആദ്യം തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആ ഒരു പ്രശ്നത്തെ നമ്മൾ അംഗീകരിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെ ആണല്ലേ. ഇപ്പൊ ഒരു സമ്പത്ത് നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടം തീർക്കാനുള്ള അല്ലെങ്കിൽ ആ സമ്പത്ത് കൊടുക്കാനുള്ള ആ സമ്പത്തിനെ നമുക്ക് എങ്ങനെ നേടാം എന്നുള്ളതിന്റെ സൊല്യൂഷനും നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലേ ഉള്ളത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സൊല്യൂഷനെ നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തുകയും അത് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരികയും അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വ്യക്തമായും ഇത് നടപ്പിലാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര തവണ ഒരു ദിവസം സമ്പത്തിന്റെ കാര്യം അല്ലെങ്കിൽ വിജയത്തിന്റെ കാര്യം എത്ര തവണ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ എന്തായിരിക്കും സമ്പത്ത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്തായിരിക്കും മനസ്സിലേക്ക് ഓടി വരിക, അവിടെ കൊടുക്കാനുണ്ട്, ഇന്നത് മേടിക്കാനുണ്ട്, ആ ബില്ല് അടയ്ക്കാനുണ്ട്, പിന്നെ ഓനോട് മേടിച്ചത് കൊടുക്കാനുണ്ട്, ഇങ്ങനെ ആ ഒരു ലിസ്റ്റ് അല്ലേ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നേ.
ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോ ശരിയാണ്, അതൊക്കെ തന്നെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് സമ്പത്തിന്റെ ഫീലിങ്സ് എന്താണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്? ഒരു കടം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. എത്ര കിട്ടിയാലും അത് കൊടുത്തു തീർക്കാനാണെന്നുള്ള ഒരു ചിന്ത കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഇതെനിക്ക് തികയുന്നില്ല എന്നുള്ളൊരു ചിന്ത കിടപ്പുണ്ട്. എത്ര കിട്ടിയാലും എനിക്ക് തികയുന്നില്ല എന്നുള്ളൊരു ചിന്ത കിടപ്പുണ്ട്. അങ്ങനെ എന്തൊക്കെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നൊന്ന് നോക്കുക. അത് നമ്മളെ തിരിച്ചറിവിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കേട്ടോ. ആ ആ ഒരു ചിന്തയിലൂടെ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരു ദിവസത്തില് എത്ര തവണ സമ്പത്തിനെ കുറിച്ച് സന്തോഷകരമായ ഒരു അനുഭൂതിയോടുകൂടി ചിന്തിക്കുന്നുണ്ട്? ശരിക്കും നമ്മൾ സമ്പത്തിന്റെ വഴിയിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ സമ്പത്തിന്റെ അനുഭൂതിയെ ശരിക്കും നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കണം. ഇപ്പോ എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയാം, എങ്ങനെയാണ് സൃഷ്ടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് മക്കയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ മക്കയിൽ പോകുന്ന കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അതിന് ഇത്ര രൂപ വേണം എന്ന് എൻ്റെ കയ്യിൽ ഉണ്ടാവാനാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അവിടെ എന്താ ചിന്ത വരുന്നത്? അവിടെ ഒരു സങ്കടത്തിന്റെ, ഒരു നിരാശയുടെ ചിന്ത വരുന്നത്. ആ മക്കയിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതെത്ര സുഭിക്ഷമായിട്ട്, എത്ര സന്തോഷകരമായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ അതവിടെ കയറി പോകുന്നതും അവിടെ ചെല്ലുന്നതും വേണം നമ്മൾ അറിയാൻ, ഫീല് ചെയ്യാൻ. അത് നമ്മൾ ആഗ്രഹം നേടാനാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മൾ അതിനെ ആഗ്രഹിക്കുകയും അതെന്ത് ചെയ്യണം, അതിനനുസരിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യണം. അപ്പൊ അതാണ് പറയണത്, സമ്പത്തിന്റെ അനുഭൂതി സമ്പത്തിനെ സൃഷ്ടിക്കും. അത് വെറുതെ ഒരു സമയം ആലോചിച്ചു എന്നുള്ളത് കൊണ്ടല്ല, അത് എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യം, സമ്പത്ത് എന്നുള്ളത് ചിന്തിക്കുമ്പം കൊടുക്കാനുള്ളതിനെ കുറിച്ചേ ചിന്തിക്കാറുള്ളൂ. നമ്മുടെ കയ്യിൽ വെക്കാനുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ കടങ്ങൾ കുറയാതിരിക്കുന്നത്. നമ്മളിലേക്ക് പണം വരികയും വീണ്ടും വീണ്ടും നമുക്ക് നമ്മൾ ചെലവാക്കുന്നുണ്ട്, അതിലപ്പുറം നമുക്ക് കടങ്ങളും കയറി കൂടുന്നുണ്ടെങ്കിൽ ഈ സമ്പത്തിന്റെ അനുഭൂതി നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇതെങ്ങനെയും വീട്ടണം, ഈ കടം വീട്ടണം, കടം വീട്ടണം. ഓക്കെ, കടം വീട്ടണം, കടം വീട്ടണം, കിട്ടുന്നതൊക്കെ നമ്മൾ കടം വീട്ടും. അപ്പൊ അതിന്റെ കൂടെ വീണ്ടും കടം വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സമ്പത്തെന്നല്ല പറയുന്നത്, കടം 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 എന്നാണ് പറയുന്നത്. അതേപോലെ സമ്പത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് വിജയവും ഉണ്ടാവും. ഈ സമ്പത്തും വിജയവും നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്ഥാപിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, മറ്റു പലരുടെയും വിജയം കണ്ടിട്ട് അവർക്ക് എന്താ അസുഖമല്ലേ, അവര് ചെയ്യണതൊക്കെയും ഇങ്ങനെ വെച്ചടി വെച്ചടി കയറ്റമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കണ്ണിൽ കാണില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അപ്പൊ അതിലേക്ക് വരുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബാങ്കാണ്. ബാങ്കിന്റെ പ്രത്യേകത എന്താ? അതിൻ്റെ അകത്തേക്ക് കൂടുതൽ കൊണ്ടിട്ടാൽ ആ കൂടുതൽ പോലെ തന്നെ ഇങ്ങ് എടുത്തുകൊണ്ട് വരാം. അത് കുറച്ച് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പല പിടുത്തവും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടാവാതെയും വരും. അപ്പോൾ ഇതിലെന്താണ് സംഭവം? അത് നമ്മൾ എന്താണോ നിക്ഷേപിക്കുന്നത് അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിൽ കൊണ്ടുവരിക. അപ്പൊ അവിടെ ഞാൻ കടമാണ് എന്റെ സബ് കോൺഷ്യസ് ആവുന്ന ബാങ്കിലേക്ക് ഇടുന്നതെങ്കിൽ ആ കടം എനിക്ക് ഇരട്ടിച്ചു കൊണ്ടിരിക്കും. ഞാൻ തന്നെ ചിന്തിച്ചായിരുന്നു. എനിക്ക് കുറെ നാൾ മുമ്പ് വരെ എന്താ വെച്ചാല് പൈസ ഒക്കെ വരുന്നുണ്ട്, കടങ്ങൾ ഒരു സൈഡിൽ നിന്ന് കുറയും ചെയ്യും, മറ്റൊരു സൈഡിൽ നിന്ന് കടം കൂടി കൂടി വരികയും ചെയ്യും. അപ്പൊ ഞാൻ എന്റെ നാവുകൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നാല്, ഇതെങ്ങനെയെങ്കിലും ഈ കടം തീർക്കണം, കടം തീർക്കണം, കടം തീർക്കണം എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കടം തീർക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ മറ്റൊരു സൈഡിൽ കൂടെ കടം കയറിയും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എന്റെ സബ് കോൺഷ്യസിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? സമ്പാദിക്കുന്നത് കടം തീർക്കാനാണ്, അത് മിച്ചം വെക്കാനുള്ളതല്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ ഉള്ളില് വരവും ചെലവും കഴിഞ്ഞ് മിച്ചം വെക്കാനും വേണം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ സബ് കോൺഷ്യസിന് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര നമ്മളിലേക്ക് വന്നാലും അതിൽ നിന്ന് നമുക്ക് നമ്മുടെ വരവും ചെലവും കഴിഞ്ഞ് ഒരു 10 രൂപയാണെങ്കിലും നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ ആ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെയുള്ള കാര്യം, ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയും.
ഞങ്ങളുടെയൊക്കെ ഇവിടെ അങ്ങനെയാണ് പറയുക. അപ്പൊ എന്താണ്, നമ്മൾ ചെലവാക്കുന്നത് നമ്മൾ അറിയുക എന്നുള്ളതാണ്. നമ്മൾക്ക് വരുന്നതും നമ്മൾ അറിയുക എന്നുള്ളത്. നമ്മളൊക്കെയും ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റുകളായിരിക്കും. ഇവിടെ നിന്നെടുത്ത് അവിടെ കൊടുത്തു, അവിടെ നിന്നെടുത്ത് ഇവിടെ കൊടുത്തു, ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇത് എവിടേക്കാണ് ഈ കണക്ക് പോയെന്ന് പോലും നമുക്ക് അറിയത്തില്ലാത്ത അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ആ പണത്തിന് മൂല്യം കൊടുത്തുകൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന്റെ വരവുകൾ നിങ്ങൾ എന്തായാലും എഴുതി വെക്കുക, ചെലവുകളും എഴുതി വെക്കുക. അതിൽ നിന്ന് എത്രയാണോ നമുക്കൊന്ന് മാറ്റാൻ സാധിക്കുമോ, അല്ലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇടാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അതിനും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. ഈ വരവ് വരുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, ചെലവാക്കുന്നതിനും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു തരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കടങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കടങ്ങൾ വെറുതെ കുമിഞ്ഞു കൂടിയതല്ലല്ലോ. നമ്മൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്കായിട്ട് എടുത്തതാണ്. ആ പല ആവശ്യങ്ങൾക്കായിട്ട് എടുത്തത് എന്തിനാണെങ്കിലും ആ ആവശ്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവണ്ടേ? ആ എന്ത് കാര്യത്തിനാണോ അത് എടുത്തിട്ടുള്ളത് ആ കാര്യങ്ങൾ സുഖകരമായി അല്ല സുഗമമായി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഗ്രേറ്റ്ഫുൾ ആകും തോറും ആ കടത്തെ നമുക്ക് വീട്ടാൻ സാധിക്കും എന്നുള്ളത്. ഈവൻ വീട് പലരും എന്ത് ചെയ്യും, ലോൺ എടുത്ത് വീട് വെക്കുന്നുണ്ട്. വീട് വെച്ച് വീട്ടിൽ താമസം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലോൺ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോ തൊട്ട് എപ്പോഴും നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക, ഓ 15-ാം തീയതിയോ, ഓ അന്ന് ലോൺ അടയ്ക്കണമല്ലോ, ലോൺ അടയ്ക്കണമല്ലോ, ഈ ചിന്തയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താ ഫീലിങ്സ് വരുന്നേ? ഒരു ആദ്യാണല്ലേ വരുന്നേ. ആ ആദ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആ വീടിനോട് നമുക്കൊന്നും ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റുന്നുണ്ടോ? അത്ര സുരക്ഷിതമായിട്ട് അത്ര നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയ വീടാണെങ്കിൽ പോലും ഒരു സമാധാനമായിട്ട് അതിൻ്റെ അകത്തുള്ളിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ഓരോ കാര്യത്തിനും. ചില ആൾക്കാരുണ്ടാവും, എന്താണ്, സാധനങ്ങൾ ഒരുമിച്ച് മേടിക്കും, അല്ലെങ്കിൽ അറിയുന്ന കടയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ മേടിച്ചിട്ട് ഒന്നിച്ച് കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടാവലുണ്ട്. അത് മേടിച്ച് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് അത് കൊടുക്കാൻ നേരമാകുമ്പോൾ ആദ്യം പിടിച്ചു, അയ്യോ ഇത്രയും രൂപ ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ആ കഴിച്ച ഭക്ഷണം പോലും നമ്മുടെ ശരീരത്തിൽ എന്താവത്തില്ല, റെഡി ആവത്തില്ല, അത് വരും എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ എത്ര രൂപയുണ്ടോ, നമുക്ക് ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് എത്ര രൂപയുടെ ഉണ്ടെങ്കിലും അതൊന്ന് കറക്റ്റായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് നോക്കുക. ആ യൂസ് ചെയ്തതിനൊക്കെയും ഗ്രേറ്റ്ഫുൾ ആവുക. ആ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, ആ മാറ്റം എന്തായിരിക്കും നമ്മളിൽ വരിക? ആ ഗ്രേറ്റ്ഫുൾ ആകും തോറും നമുക്ക് അതിനെ കുറച്ച് 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 കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ചിലര് പെട്ടെന്ന് ചോദിക്കും, അങ്ങനെ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ കടങ്ങൾ അങ്ങ് തീരുമോ എന്നുള്ളതല്ല. പക്ഷെ അതിൻ്റെ ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് വരും തോറും നമ്മുടെ ഉള്ളില് ആ പണത്തിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ വസ്തുവിനോടുള്ള സ്നേഹം, ഇപ്പൊ ഈവൻ വീടിനോടുള്ള ഒരു സ്നേഹം നമുക്ക് ഉണ്ടാവുമ്പോൾ ആ വീട്ടിൽ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ആ സമാധാനമായിട്ട് ജീവിക്കുന്നതനുസരിച്ച് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. ആ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് ഏണിങ്സിലേക്ക് എത്താൻ പറ്റും. ഇത് ഇത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി തന്നു എന്ന് മാത്രം. അപ്പോൾ ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഏതൊക്കെ രീതിയിലുള്ള ബാധ്യതകൾ ഉണ്ടോ, സമ്പത്തുപരമായിട്ടുള്ളതുണ്ടോ, അതൊക്കെയും ഒന്ന് എഴുതി വെക്കുക. അത് എന്തിനായിരുന്നു എന്നുള്ളത് എഴുതി വെക്കുക. അതിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആകാൻ പറ്റും, താങ്ക് യു പറയാൻ പറ്റും എന്നുള്ളതിനെ കൂടെ തിരിച്ചറിഞ്ഞിട്ട് അത്രയും കാര്യങ്ങൾക്കും ഇരുന്ന് താങ്ക് യു എഴുതുക. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചു മതി. കുറച്ച് മീൻസ് അത് കുറച്ച് മതി. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ എല്ലാം നേടാൻ പറ്റുള്ളൂ. പക്ഷെ ഈ സമ്പത്ത് എത്ര ഉണ്ടായിട്ട് ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും നേടിയിട്ടില്ല. അപ്പൊ ഈ സമ്പത്ത് എന്നുള്ളത് കുറച്ചു മതി, പക്ഷെ അത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ വേണ്ട സംഭവമാണ്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടാൻ എന്ത് ചെയ്യുക, അതിലെല്ലാ കാര്യത്തിലും ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളതാണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു തന്ന സംഭവം തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ അഫർമേഷനോ ഗ്രാറ്റിറ്റ്യൂഡോ നമുക്ക് ഫലിക്കുന്നില്ല എന്ന് തോന്നുന്നതിന്റെ കാരണം എന്താണ്? എന്താണ് മനസ്സിലായിട്ടുള്ളത്? ആൻസർ 2 തട്ടിൽ നിന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഫീലിങ്സോടുകൂടെ. യെസ്, അതായത് പണ്ടുള്ളവർ എങ്ങനെ പറയാ, 2 വള്ളത്തിൽ കാല് വെക്കലെന്ന് പറയില്ലേ. മനസ്സ് 2 തട്ടിൽ നിന്നിട്ട് ആ അത് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ 2 വെള്ളത്തിൽ കാല് വെക്കരുതെന്ന് പറയും. എന്തുകൊണ്ടാണ്? അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല.
ഞാൻ സമ്പന്നനാണ്, എനിക്ക് ധാരാളം പണം. ഏതാണ് ഒരു അഫർമേഷൻ ഉണ്ട്, പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് എത്തിപ്പെടുന്നു. സമ്പത്ത് ഒഴുകി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അഫർമേഷൻ പറയാണ്. അൽഹംദുലില്ലാഹ്, താങ്ക് യു പറയാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് അത് എഴുതാൻ നേരത്ത് നല്ല ഒരു പവർഫുൾ ആയിട്ട് നമ്മൾ ഇരുന്ന് അങ്ങ് എഴുതുകയാണ്, ഫീൽ ചെയ്ത് പല രീതിയിൽ നമ്മളിലേക്ക് എത്തിപ്പെടുന്നത്. അതൊക്കെ കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യണേ? എന്റെ പഠിച്ചോനെ, ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ, നാളെ ഇത് ഇന്നതിന് വേണമല്ലോ, ഇത് ഇങ്ങനെയൊക്കെ വന്നാൽ എന്താ ചെയ്യാ, പല ചിന്തകൾ വന്നിട്ട് നമ്മൾ നമ്മൾ തന്നെ കുറ്റപ്പെടുന്നു. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് വെള്ളത്തിൽ നിന്നാലാണ് നമുക്ക് ശരിയാവാൻ പറ്റുക? അപ്പൊ നമ്മുടെ മനസ്സ് അല്ലെ നമ്മുടെ മൈൻഡ് എത്രത്തോളം കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ നമുക്ക്? അപ്പൊ എന്താ സംഭവിക്കുക? ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ എന്തു പറയുമ്പോഴും ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ഫീലിങ്ങോ അല്ലെ അതിനെ അംഗീകരിക്കാൻ കഴിയാതെയോ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് സമ്പത്തിന്റെ കാര്യമാവട്ടെ, മറ്റേത് കാര്യത്തിലും. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ സമ്പത്തിന്റെ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ ആ സാമ്പത്തികത്തെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഫീല് വരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ, എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ അതായത് എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് എന്തെങ്കിലും കാര്യത്തിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന്? അതും പറഞ്ഞുതരാം, വരുന്നുണ്ട്. ഇതില് രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സമ്പന്നനാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അഫർമേഷൻ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അകത്തിരുന്ന ഒരാൾ കോക്കറി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം, കള്ളം പറയാന്നുള്ളൊരു ഫീല് തോന്നുന്നുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ എവിടെ സംഭവിക്കാനാണ് എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടോ എന്നൊന്ന് നോക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന അഫർമേഷനും അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് ഫലപ്രദമാകണമെങ്കിൽ കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ മതി. വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയണം. അത് നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ രണ്ടാൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മീൻസ് നമ്മുടെ ഉള്ളിലുള്ള സെൽഫും ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഒരാൾ അവിടെ ഇരുന്ന് പറയും ഇതൊന്നും നടക്കത്തില്ല, ഒരാൾ പറയും ഇത് നടക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സംഘർഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്ന അഫർമേഷൻ ആണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും വ്യക്തവും നമ്മളിൽ സംഘർഷമോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടാക്കാത്ത പ്രസ്താവന ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ആലോചിക്കുക. നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ കൺഫ്യൂഷൻ ആയാൽ നമ്മുടെ മൈൻഡാണ് കൺഫ്യൂഷൻ ആവുന്നത്, അതുവഴി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നോക്കുക. അതേപോലെ നമ്മുടെ സബ് കോൺഷ്യസ് നമ്മൾ എത്ര വിശ്വാസത്തോടു കൂടി, എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്നുണ്ടല്ലേ, നമ്മുടെ സബ് കോൺഷ്യസ് ഫീലിങ്സിനെയാണോ ഏറ്റെടുക്കുക. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആയിട്ടാണ് ഒരു അഫർമേഷൻ പറയുന്നുണ്ടെങ്കിൽ ആ സബ് കോൺഷ്യസ് എന്താണ് ഏറ്റെടുക്കുക? അവർ കൺഫ്യൂഷനല്ലേ ഏറ്റെടുക്കുള്ളൂ. അത് വേണമെന്നില്ല, നിർബന്ധമില്ല. അല്ല അതിന്റെ അവരെന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെ കൊടുക്കാന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സംഭവം എന്താണെങ്കിലും വിശ്വാസത്തോടു കൂടി അറിഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണെങ്കിൽ ഇതാണ്, ആ അഫർമേഷനാണ് നമുക്ക് സെറ്റ് ആവുക എന്നുള്ളത്. ഇനിയിപ്പം ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ എന്താ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു അഫർമേഷൻ നമുക്ക് കണ്ടിന്യൂസ്ലി പറയാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രിയിലും പകലും എൻ്റെ എല്ലാ താല്പര്യങ്ങളും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു അഫർമേഷനാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, അത് സമ്പത്തിന്റെ കാര്യം ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു അഫർമേഷൻ നമുക്ക് പറയാൻ പറ്റും, രാത്രിയിലും പകലും എൻ്റെ എല്ലാ താല്പര്യങ്ങളും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇത്ര അഫർമേഷനാണ്. ഇതിനകത്ത് നമ്മൾ സമ്പത്തിന്റെ കാര്യം പറയുന്നില്ല. പക്ഷെ നമ്മുടെ താല്പര്യങ്ങൾ എന്താണ്? നമ്മൾ സമ്പത്തിന്റെ താല്പര്യങ്ങളാണെങ്കിൽ ആ സമ്പത്തല്ലേ നമ്മളിലേക്ക് വരിക. അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഉണരുന്ന നമുക്ക് ഏതൊരു പ്രഭാതവും നമുക്ക് എന്താണ്? അത്ഭുതകരമാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതെന്താണ്? അത്ഭുതകരമാണ്. അപ്പോൾ ഉണരുന്ന ഓരോ പ്രഭാതത്തിലും നമ്മൾക്ക് എന്തൊക്കെ വേണം? അഭിവൃദ്ധി, വിജയം, സമ്പത്ത്, സമാധാനം തുടങ്ങിയ അത്ഭുതകരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കണം. അല്ലേ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ തലയും ചൊറിഞ്ഞ് ഇന്ന് എന്താ ഇപ്പൊ ചെയ്യാന്നുള്ളൊരു ചിന്തയിലല്ല വരേണ്ടത്. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കൈകളിലല്ല, മുൻപോട്ടുള്ള ഒരു കാര്യം നമ്മുടെ കൈകളിലല്ല.
നമ്മൾ സൃഷ്ടിച്ചവൻ നമ്മളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ ഉണർന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രഭാതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസത്തിന് വേണ്ടുന്ന എല്ലാ അഭിവൃദ്ധിയും വിജയവും സമ്പത്തും ഒക്കെ സമാധാനവും സ്നേഹവും ഒക്കെ മനസ്സിൽ ഒന്ന് നന്നായിട്ട് വിഷ്വല് ചെയ്തിട്ട് എഴുന്നേറ്റ് വരിക എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഒരു അഫർമേഷനും പറയുക എന്നുള്ളത്. അപ്പം ഇങ്ങനൊരു ഒന്നും കൂടി പറഞ്ഞാണ്, രാത്രിയിലും പകലും എന്റെ എല്ലാ താല്പര്യങ്ങളും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇതിൽ എന്താണ് സംഭവിക്കുക, നമ്മൾ ഈ ഒരു ഫീലോട് കൂടി എഴുന്നേറ്റിട്ട് ഈ ഒരു അഫർമേഷൻ പറയുന്ന ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. അപ്പൊ നിങ്ങളിൽ എന്തായിരിക്കും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുക? നിങ്ങൾ ആ ചിന്തിച്ച ആ സമ്പത്തും വിജയവും ഇതൊക്കെ തന്നെയല്ലേ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുക? അതേപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കണം. മക്കള് പ്രസവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മക്കള് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ കുഞ്ഞിന്റെ ഓരോ അനക്കങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? കുഞ്ഞൊന്ന് മറിഞ്ഞിക്കിടന്നാൽ അല്ലെങ്കിൽ ഒന്ന് ഞെരങ്ങിയാൽ അല്ലെങ്കിൽ എത്ര ഉറക്കത്തിലാണെങ്കിലും നമ്മൾ അറിയും അത്. അതെന്തുകൊണ്ടാ? നമ്മുടെ ഉള്ളില് ആ കുഞ്ഞെന്നുള്ള ആ ഒരു ശ്രദ്ധയും ആ ഒരു അതിനെക്കുറിച്ചുള്ള ആകാംക്ഷയും ആ കുഞ്ഞ് വളർന്നു വരുന്നത് കാണാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ അത്രത്തോളം നമ്മളിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളില് എന്താണോ നേടേണ്ടത് അതിനെക്കുറിച്ചുള്ള ആശയങ്ങളാൽ നമ്മൾ തിരക്കുള്ളതായിരിക്കണം. അപ്പോൾ സമ്പാദിക്കുക എന്നുള്ളത് വരുമ്പം ആ സമ്പാദ്യത്തിനെ കുറിച്ച് അല്ലെ സമ്പത്തിനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ട് ആ ചിന്ത തന്നെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊന്ന് ഇപ്പൊ സാധാരണഗതിയിൽ എല്ലാവരും സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതോ അല്ലെ ബില്ല് അടയ്ക്കാനുള്ളതോ ആണെങ്കിൽ ഇങ്ങനെ പറയും, നാളെ എത്ര രൂപ കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ട്, എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളത് പൂർത്തീകരിക്കാതെ പറ്റത്തില്ല എന്നുള്ളത് പറയുന്നതിന് മുമ്പേ തന്നെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്യാൻ സാധിക്കുമെന്ന രീതിയിൽ ആ ഒരു സെന്റൻസിനെ മാറ്റിയെടുക്കുക. നാളെ ഞാൻ ഇപ്പൊ പറയാണ്, എനിക്ക് നാളെ അത്രയും രൂപ ഉണ്ടാവണമല്ലോ, എന്ത് ചെയ്യും, എന്നെ കൊണ്ട് അതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്നിൽ വരുന്ന ഫീലിങ്സിനെ മനസ്സിലാക്കുക. അത് അവരവർ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഫീലിങ്സ് നമ്മുടെ ശരീരം മുഴുവൻ എന്താവുന്നുണ്ട്, വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ആ സംഭവം എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയും, അതിനുള്ളൊരു വഴി എന്താണെങ്കിലും എനിക്ക് തുറന്ന് കിട്ടുമെന്ന വിശ്വാസത്തിൽ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റം എന്താണ്? അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, സറൗണ്ടിങ്സിൽ മാറ്റം ഉണ്ടാവും. നമുക്ക് അതിനുള്ള എന്താണെങ്കിലും ഒരു വഴികൾ എന്ത് ചെയ്യും, തുറന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസൂയ എന്നുള്ളത് അത് സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പുറകോട്ട് വലിക്കുന്ന കാര്യമാണ്. ഒരു മിനിറ്റ്. ഓക്കെ, താങ്ക് യു. അതായത് അസൂയ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ സമ്പത്തിൽ നിന്ന് ഒരുപാട് അകറ്റി കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ അത് ഒന്ന് വെറുതെ ആദ്യം പറഞ്ഞ കുറെ കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫീലിങ്സ്, നമ്മുടെ വീടും മറ്റൊരാളുടെ വീടും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണത്, നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രവും മറ്റൊരാളുടെ വസ്ത്രവും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്, നമ്മൾക്ക് ഉള്ള ആഭരണവും മറ്റൊരാൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങളും തമ്മിലുള്ളത്, അതേപോലെ തന്നെ സൗന്ദര്യത്തിന്റെ കാര്യം, ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അസൂയയോട് കൂടിയാണ് നമ്മൾ കമ്പയർ ചെയ്യുക. ഒരിക്കൽ പോലും എന്തില്ല, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല ആ ഒരു കമ്പയറിങ് വരിക. നമ്മുടെ നോട്ടം ആ ചിന്തയും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അത് അസൂയയിലേക്ക് എത്തിപ്പെടുന്നതാണ്. അപ്പോൾ അസൂയയിലൂടെ നമ്മൾ നോക്കുന്ന നോട്ടത്തിലും ഇതിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ കുറവുകളെ സൃഷ്ടിക്കാൻ സാധിക്കും. ആ ഒരു നെഗറ്റീവ് വിചാരങ്ങൾക്ക് നമ്മളിൽ കുറവുകളെ സൃഷ്ടിക്കാൻ പറ്റും. ആ കുറവുകൾ നമ്മുടെ ഉള്ളിലുള്ള ബ്ലെസ്സിങ്സിനെ ഇല്ലാതാക്കും. ആ ബ്ലെസ്സിങ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചിന്ത നമുക്കില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവില്ല.
ഇതിങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ റൂട്ടിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കുള്ളതെല്ലാം ഇല്ലായ്മ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ ഒന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും വിശകലനം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരെ കുറിച്ച് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അവർക്ക് സമ്പത്തുള്ളവരാണ്, നല്ല വീട് കണ്ടോ, ആ വീട് കാണുമ്പം നല്ല ഭംഗിയുള്ള വീടാണ്, അവർക്ക് ഇനിയും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ചുണ്ടുകൊണ്ട് നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മളിലേക്ക് തന്നെ സംഭവിക്കും എന്ന് തിരിച്ചറിയുമ്പോൾ പ്രാർത്ഥിക്കാനല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുക? അതോ ഓ ഒരു കുശുമ്പോടു കൂടിയുള്ള ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു അസൂയോട് കൂടി ഒരു ചിന്തിച്ചിട്ടോ കാര്യമുണ്ടോ? അപ്പൊ ഒന്ന് ഈ ഒരു നിമിഷം മുതൽ ആ ഒരു മാറ്റത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഉത്കണ്ഠ, സംശയം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റി വെക്കണം. ഈ സമ്പത്ത് എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. അത് നമ്മുടെ ചിന്തകളിലൂടെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുന്നു, ഇല്ലായ്മയിലേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉത്കണ്ഠേനെ മാറ്റി വെക്കാൻ പറ്റുക? ആദ്യം അറിയേണ്ടത് നമ്മുടെ ധനസമ്പാദന മാർഗത്തിലെ ഏറ്റവും വലിയൊരു തടസ്സം എന്നുള്ളത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ഇപ്പോ നമ്മൾ എപ്പോഴും ഏതൊരു ക്ലാസ്സിലും കേൾക്കുന്ന കാര്യമാണ്, ബുർജ് ഖലീഫ എന്നുള്ള അത്രയും വലിയൊരു കെട്ടിടം പണിയണമെങ്കിൽ ആ പണിയാനായിട്ട് ആ ചിന്ത വന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലാണ്. ഓക്കെ, ആ മനസ്സിൽ വന്നതിന് ശേഷമാണ് അത് പ്രകടമായിട്ട് പുറത്തു വന്നത്. അപ്പൊ അതേപോലെ തന്നെയാണല്ലോ നമ്മുടെയൊക്കെയും കാര്യങ്ങൾ വരിക. നമ്മുടെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ടായിട്ടാണല്ലോ അത് പുറത്ത് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് സംഭവിച്ച ഓരോ കാര്യങ്ങളെ കുറിച്ചൊന്ന് നമ്മൾ തന്നെ റിയലൈസ് ചെയ്ത് നോക്കുക, അത് എത്രത്തോളം എന്നില് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നത് കൊണ്ടല്ലേ ഞാൻ ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടതെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മൾ നമ്മളെ തിരുത്താൻ തയ്യാറാകണം. അതായത് നമ്മുടെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ മാറ്റാനുള്ളത് എന്താണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനെ കണ്ടെത്തിയിട്ട് അത് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഓരോ കാര്യത്തിനും നമ്മൾ എന്താണ്, നമ്മൾ ചെയ്യുന്നത് എന്താണ് തടസ്സം വരുന്നത് എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാര്യം ആ ഒരു പ്രശ്നത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. സാമ്പത്തിക തടസ്സമുണ്ടോ? യെസ്, അതിനെ അംഗീകരിക്കുക. എന്നിട്ട് അതിനെ അങ്ങനെ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് രണ്ടാമത്തെ പടി വരിക. അപ്പോൾ അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകും. അതിനുശേഷം നമുക്ക് ചിന്തിക്കാം, എനിക്ക് എങ്ങനെ ഇതിനെ മറികടക്കാനാവും. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കാം, പക്ഷെ അത് എന്താണെങ്കിലും ആ പ്രശ്നത്തെ ഉപബോധം മനസ്സിലാതെ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരികയും അവിടെ നിന്ന് നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാവും, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ ഇതിൽ നിന്ന് നമുക്ക് റെഡി ആവാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഫലവത്താകുക എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്ന ബോധ്യത്തിലാവുക എന്നുള്ളതാണ്, അവയർനെസ്സിലാവുക എന്നുള്ളതാണ്. ആ അവയർനെസ്സിലൂടെ എന്ത് ചെയ്യണം? നമ്മൾ ആ പ്രശ്നത്തിന്റെ പരിഹാരം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എന്നാലോചിച്ച് നോക്കുക, ഇല്ല എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതും അത് പരിഹരിക്കപ്പെടുന്നു എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ആ ഒരു അവബോധത്തിലേക്ക് എത്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. ഒന്ന്, നമ്മുടെ മനസ്സിന്റെ രണ്ട് തലങ്ങൾ തമ്മിലുള്ള പൊരുത്തങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പിടിവലി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസും കോൺഷ്യസും തമ്മിലുള്ള ഒരു കണക്ഷൻ സെറ്റ് ആവാതെ വന്നാൽ ആ കാര്യം നമ്മൾ ഏത് പ്രാർത്ഥന ആയിക്കോട്ടെ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്തിലും നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പണത്തിന്റെ ഒരു കാര്യത്തിൽ നമുക്ക് വരുമ്പോൾ സമ്പത്ത് എന്നുള്ളത് നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് സെറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ എന്താ പറയാ ലൈഫ് പാർട്ട്നേഴ്സുമായിട്ടുള്ള ബന്ധം നമുക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. കാരണം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം മെച്ചപ്പെട്ടതാണോ അത്രത്തോളം സമ്പത്ത് നമ്മളിലേക്ക് എത്തിപ്പെടുമെന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ആ ഒരു ബന്ധം എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നുണ്ടോ അത്രത്തോളം നല്ല ചിന്തകൾ നമ്മളിൽ ഉണ്ടാവുകയും ആ ചിന്തകളിലൂടെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ നമ്മൾ ഏൺ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് സമ്പാദ്യം ഉണ്ടാവുകയാണ്, സമ്പത്ത് ഉണ്ടാവുകയാണ്.
ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസിലായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു ഇടുങ്ങിയ മനസ്സുകൊണ്ട് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായിട്ട് വരും. അതിൽ ഒരു മനസ്സമാധാനം എന്നുള്ളത് നമുക്ക് കിട്ടാതെ വരികയും നമുക്കത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കാതെയും വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ താഴേക്കായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അഫർമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ഫീൽ എന്നുള്ളത് തിരിച്ചറിയുക. എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കാതെയോ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വാക്ക് നമ്മുടെ നാവിൽ നിന്നും വരുന്നതിന് മുമ്പ് അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് തിങ്കളാഴ്ച തൊട്ട് 7 ദിവസത്തേക്കുള്ളൊരു വെബിനാർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നവർക്ക് എല്ലാവർക്കും അതിനെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ പോസ്റ്റർ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. 26-ാം തീയതി തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തണം, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ആക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് ക്ലാസ് ആണ് ആ 7 ദിവസം ഉണ്ടാവുക. അപ്പോൾ ആ 7 ദിവസത്തിൽ നിങ്ങൾക്ക് അറിയുന്ന എല്ലാവരെയും പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹെലി ഹബിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. നമ്മൾ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ മെന്ററിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട്, ഫൊർഗീവ്നെസ്സിന്റെ വർക്ക്ഷോപ്പ്, ഇന്നർ ചൈൽഡിന്റെ വർക്ക്ഷോപ്പ്. അങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ഓരോ രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നസീറ മാമിനെ അല്ലെങ്കിൽ എന്നെയോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇനി നമ്മൾ എല്ലാ വെബിനാറിലും ആദ്യം നമ്മൾ മെഡിറ്റേഷനാണ് കൊടുക്കാറുള്ളത്. ഇന്ന് നമ്മൾ ആദ്യം മെഡിറ്റേഷൻ കൊടുത്തിട്ടില്ല, ഞാനത് ലാസ്റ്റത്തേക്ക് ആക്കിയതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു അവബോധത്തിൽ എത്തിയിട്ട് വേണം സമ്പത്തിനെ കുറിച്ചുള്ള ഒരു മെഡിറ്റേഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മെഡിറ്റേഷൻ ലാസ്റ്റത്തേക്ക് ആക്കിയത്. അപ്പം ഇനി നമുക്ക് എല്ലാവർക്കും മെഡിറ്റേഷനിലേക്ക് പോവാം. അതിനുശേഷം മെഡിറ്റേഷൻ കഴിയുന്നത് ക്ലാസ് കട്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം. അതിനുള്ള ആൻസറുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് കംഫർട്ടായിട്ട് മെഡിറ്റേഷന് വേണ്ടി തയ്യാറാവുക. ഓക്കെ. സമ്പത്ത് എന്നുള്ളത് നമ്മളിലേക്ക് എത്തിപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതില് ഞാൻ തരുന്ന ഈ ഒരു മെഡിറ്റേഷനിൽ കൂടുതലും അഫർമേഷൻ മോഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കായി തോന്നിയൊരു സംഭവം, ഞാൻ അതിനെ വിജയിപ്പിച്ചെടുത്തിട്ടുള്ളൊരു കാര്യം, സജഷനിലൂടെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണോ സജഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്താവും മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതും ഈ ഒരു മെഡിറ്റേഷനും സജഷൻസിലൂടെ കടന്നു പോകുന്ന മെഡിറ്റേഷനാണ്. അപ്പോൾ ആ ഒരു സജഷനെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെ അതിനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കാമായിട്ടിരിക്കുക. പൂർണ്ണമായും അതിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്തുക. എന്താണ് ഫീൽ ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നന്നായിട്ട് ഇവോൾവ് ആയി കൊടുക്കുക. സമ്പത്ത് എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് തിരിച്ചറിയുക. താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ റെക്കോർഡ് കിട്ടുമോ? യെസ്, റെക്കോർഡ് ഉണ്ടാവും. പക്ഷെ മെഡിറ്റേഷന്റെ റെക്കോർഡ് ഉണ്ടാവില്ല, അല്ലാത്ത ക്ലാസ്സിന്റെ റെക്കോർഡ് ഉണ്ടാവും. ഓക്കെ. ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? താങ്ക് യു സോ മച്ച് മാം. നിങ്ങളുടെ വോയിസിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വരമാണ്. ആ സ്വരം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മൾക്ക് അറിയാനുള്ളതിനൊക്കെയും വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക, സംസാരിക്കാൻ പറ്റുന്നവർ സംസാരിക്കുക.
അപ്പം എന്തായാലും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരെയും ഒന്നൊന്ന് അറിയിക്കുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒരു ക്ലാസ് വീണ്ടും റിപ്പീറ്റഡ്ലി ഒന്ന് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ പറയുക. അതിനകത്ത് പറഞ്ഞിട്ടുള്ള അഫർമേഷനുകൾ ഒന്ന് എഴുതി വെച്ച് അതിലൂടെ മുമ്പോട്ട് പോവുക. ഓക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. സംസാരിക്കാനുണ്ടെങ്കിൽ